കൊല്ലത്ത് വൻ MDMA വേട്ട 61.5 ഗ്രാം MDMAയുമായി 5 പേരെ എക്സൈസ് പിടികൂടി. കൊല്ലം ഇടപ്പള്ളിക്കോട്ട സ്വദേശികളാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ ആണ് ഇവർ പിടിയിലായത്. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, എങ്ങനെ വിവരം കിട്ടിയാണ് ഇവരെ വലയിലാക്കാൻ കഴിഞ്ഞത്? ഈ പിടികൂടിയവർ എവിടെ നിന്ന് MDMA കൊണ്ടുവന്നു തുടങ്ങി അങ്ങോട്ട് ഇവരുടെ ഈ ശൃംഖലയുമായി കണക്ട് ചെയ്യുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വീണ, നേരത്തെ തന്നെ എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതായത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ പ്രതികൾ ഇവിടേക്ക് എത്തിയത്. ഇടപ്പള്ളിക്കോട്ട സ്വദേശികളായിട്ടുള്ള ബിബിൻ, മുഹമ്മദ് ഷാ, ആദർശ്, ഹേമന്ത്, ഹരികൃഷ്ണൻ എന്നീ 5 പേരാണ് എക്സൈസിന്റെ പ്രത്യേക സംഘത്തിന്റെ പിടിയിലായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇവർ ഇന്ന് കൊല്ലത്തേക്ക് വരുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. കായംകുളത്ത് ട്രെയിൻ മാർഗം ഇറങ്ങിയ ശേഷം അവിടെ നിന്നും കാറിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത്. അവിടെ നിന്നും എക്സൈസിന്റെ പ്രത്യേക സംഘം വിവരം ലഭിച്ച ഉടനെ തന്നെ ഇവരെ ബൈക്കിലാണ് പിന്തുടർന്നത്. ബൈക്കിൽ പിന്തുടർന്ന് വവ്വാക്കാവിൽ എത്തിയപ്പോഴാണ് കാർ തടഞ്ഞു നിർത്തിയത്. തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രയധികം MDMA ഇവരുടെ കൈവശമുള്ളതായി കണ്ടെത്തുന്നത്. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഏതായാലും 5 യുവാക്കൾ, ഇവർ തന്നെ ബാംഗ്ലൂരിൽ പഠിക്കുന്നവരും അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവരുമുണ്ട്. ഇവർക്ക് തന്നെ ബാംഗ്ലൂരിൽ നിന്നുമാണ് MDMA ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെയുള്ള യുവാക്കളെയൊക്കെ ലക്ഷ്യം വെച്ചാണ് ഇവർ വിൽപ്പനയ്ക്കായും ഉപയോഗത്തിനായും ഈ MDMA കൊണ്ടുവരുന്നത്. നേരത്തെയും ഇത്തരത്തിൽ ഇവർ MDMA കൊണ്ടുവന്നിട്ടുള്ളതായാണ് വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പരിശോധന ശക്തമാക്കിയത്. ഇവരുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എക്സൈസ് സംഘം പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ സ്രോതസ്സിനെ കുറിച്ചും പരിശോധിക്കുന്നുണ്ട്. വ്യാപകമായി തന്നെ MDMA കൊല്ലം ജില്ലയിലടക്കം വിവിധ ഇടങ്ങളിലാണ് ഈ മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA വിൽപ്പന നടത്തുന്നത്. ഇതൊക്കെ തന്നെ എക്സൈസ് സംഘം നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിവരം ലഭിച്ച ഉടനെ ഇവിടെ പിടികൂടുവാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് 5 പേരടങ്ങുന്ന സംഘം ഈ MDMAയുമായി പിടിയിലായിട്ടുള്ളത്. നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുക തന്നെയായിരുന്നു. റോഡിൽ വെച്ച് ഈ വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയതും ഈ കൊണ്ടുവന്ന MDMA കണ്ടെടുത്തതും. ഇനിയും ഇവരുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിൽ ആളുകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിലേക്കും ഈ ഒരു അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുമെന്നാണ് എക്സൈസ് സംഘം അറിയിച്ചിട്ടുള്ളത്. ഈ സ്കൂളുകളൊക്കെ തുറന്ന ദിവസങ്ങളാണ്. ഇനി അങ്ങോട്ട് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവാക്കളെ അടക്കം ലക്ഷ്യം വെച്ച് ഇതുപോലുള്ള സംഘങ്ങൾ നിരവധി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന MDMA അത് ട്രെയിൻ മാർഗമാകാം, അല്ലെങ്കിൽ കാർ മാർഗമൊക്കെ വാഹനമാർഗമൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ തന്നെ ഈ രഹസ്യ വിവരം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തി പിടികൂടുന്നത്. വീണ. ഓക്കെ, ശരി മനോജ്.